ഇതേ നോക്കിയേ, നമ്മളുണ്ടല്ലോ ഓറഞ്ച്, മൾബറി, അമ്പഴം, അരിനെല്ലി ഈ തൈകളൊക്കെ വാങ്ങിയ കൂട്ടത്തിൽ പുതിയ 2 തൈകളും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അബിയുൻ്റെ 2 തൈകളാണ് വാങ്ങിയത്. അബി ഫ്രൂട്ട് നമുക്ക് അത്ര പരിചയമുള്ളതൊന്നും ആയിരുന്നില്ല, എന്നാലും വാങ്ങിച്ച് നട്ടതാണ്. അത് നോക്കിയതേ, ഒരു കൊല്ലം കൊണ്ട് ഇതിനകത്ത് നിറച്ച് കായ്കൾ ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര സന്തോഷം തോന്നിയിട്ടോ കായ്ച്ച് കണ്ടപ്പോൾ. ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത, കണ്ടിട്ട് കൂടി ഇല്ലാത്തൊരു പഴമാണ് ഇതാ നമ്മൾ വീട്ടിൽ നട്ട് വളർത്തി കായ്ച്ച് മൂത്ത് പഴുത്ത് പറിച്ചെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളിത് മുറിച്ച് നോക്കാൻ പോവാണ്. അപ്പോൾ ആദ്യമായിട്ട് അബിയോ ഫ്രൂട്ട് ടേസ്റ്റ് ചെയ്യാൻ പോവാം കേട്ടോ. പലരും പറഞ്ഞിട്ട് ഭയങ്കര ടേസ്റ്റാന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു. ഏതായാലും നമുക്ക് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അബിയോ ഫ്രൂട്ട് മുറിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. ഉൾവശം നല്ല ഫ്ലഷി ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. നമ്മുടെ ഇളനീരിനകത്തൊക്കെ കാണുന്ന പോലെയാണ് ഇത് കണ്ടിട്ട് എനിക്ക് തോന്നിയത്. ഇച്ചിരി കട്ടിയിൽ പുറന്തൊലി ഉണ്ട്, അതൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞ് ഉള്ളിലുള്ള ആ സോഫ്റ്റ് ആയിട്ടുള്ള പാർട്ട് മാത്രമായിട്ട് എടുത്ത് ഞാൻ കഴിച്ചു നോക്കി കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു. പക്ഷെ നമ്മൾ ചാനലുകളിൽ എല്ലാവരും പറയുന്നതൊക്കെ പോലെ എല്ലാ ഫ്രൂട്ടുകളും കൂടി ഒരു വല്ലാത്ത ടേസ്റ്റ്, ഭയങ്കര ലഹരി പിടിപ്പിക്കുന്ന തരത്തിലുള്ള ടേസ്റ്റ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല, എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ശരിക്കും ഒരു ഇളനീരിൻ്റെ ഒരു ടേസ്റ്റ് തന്നെയാണ് എനിക്കിതിന് ഫീൽ ചെയ്തത്. ഞാൻ ഏതായാലും ഒരു പീസ് കഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ വീട്ടിലെ ടേസ്റ്റിംഗ് മെഷീനാണ് ഇദ്ദേഹത്തിന് ഒരു പീസ് കഴിക്കാൻ കൊടുത്തു. അദ്ദേഹത്തിൻ്റെ റിയാക്ഷനും കൂടി ഒന്ന് അറിയണം എന്നുണ്ടായിരുന്നു. ആളൊന്നും മിണ്ടാതെ ഫുള്ള് കഴിച്ച് തീർത്തപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ ടേസ്റ്റ് ഒന്നും കാണില്ല എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഒന്നും മിണ്ടാതെ കഴിക്കണത്, ഇഷ്ടമായില്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നല്ല രസമുണ്ട്, നല്ല ഇഷ്ടമായി, ഇനിയും വേണമെന്ന് പറഞ്ഞിട്ട് ആളിരിക്കുന്നത് കേട്ടോ.